ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വൈറ്റ് സോസ് പാസ്ത ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് ചൂടാൻ വയ്ക്കുക. അതിനുശേഷം ക്യാരറ്റും ക്യാപ്സിക്കും നന്നായി അരിഞ്ഞ് ഇതാക്കുക. അതിനുശേഷം ഇതേ കുക്കറിൽ വെള്ളം തിളച്ചതിനാൽ അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഇതേ ലേശം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും പിന്നെ ഇതേ നമ്മളെ മക്രോണി അതിനകത്ത് ഇട്ടെടുക്കുക കേട്ടോ. പിന്നെ ഇതേ മക്രോണി ഇട്ടപ്പോൾ ഞാൻ ഇളക്കുന്നുണ്ട്, കാരണം ഇട്ട് ഇതിൽ ചെറുങ്ങനെ കട്ട പിടിച്ചിട്ടാണ് ഉണ്ടായത്. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പാസ്തേൻ്റെ സാധനം ഇത് തീർന്നതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം മക്രോണി വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതേ മക്രോണി ഇതുപോലെ നന്നായി വെന്ത് വന്നതിനാൽ അടിച്ച് വെക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഇത് ചെറുങ്ങനെ മുറിച്ച ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഇത് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് മറ്റേ ബട്ടർ കുറച്ചിനാണ്, ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞി ഡബയിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബട്ടർ ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഗ്യാസ് ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ഗ്യാസ് കൊടുത്ത് ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ട്, പക്ഷെ കരിഞ്ഞ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. ഇതേ ബട്ടർ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഇതേ നേരത്തെ മുറിച്ചിട്ട് ഗാർലിക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് നന്നായി ഒന്ന് ഇളക്കി നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇളക്കി ഒന്ന് സെറ്റായി വന്നെന്ന് തോന്നിയാൽ അതിലേക്ക് ഇതേ കുഞ്ഞിങ്ങനെ മുറിച്ചിട്ട ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് മാത്രമാണ് ഇട്ട് കൊടുക്കണ്ടേ. ക്യാപ്സിക്കം അടുത്തതിൽ ഇത് കുറച്ചൊന്ന് ഇതായതിനു ശേഷം നമുക്ക് ക്യാപ്സിക്കം എടുക്കാം. അതിൻ്റെ ക്യാരറ്റ് നന്നായിട്ട് നല്ല ഇരിക്കും ഇളക്കുക. ഇത് ഇളക്കുമ്പോൾ എന്ന് വെച്ചാൽ ചെറുങ്ങനെ ഇളക്കാം, അപ്പുറത്തെ ഇപ്പുറത്തെ നല്ലലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഇത് ഇളക്കി ഒന്ന് ക്യാരറ്റും ഒന്ന് സെറ്റായി വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൂടി വെക്കണം, വേണമെങ്കിൽ മൂടി വെക്കാം കേട്ടോ. ഞാൻ മൂടി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത് അതിനൊക്കെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് എല്ലാ സാധനവും ഇട്ടെടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം. അങ്ങനത്തെ എല്ലാം യോജിപ്പിച്ച് ഒന്ന് സെറ്റായതിനു ശേഷം അതിലേക്ക് ഇത് കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം മൂടുന്നുണ്ട്. പിന്നെ മൂടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ വരും കേട്ടോ അടിയിലത്ത്. അതൊക്കെ വന്നത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഇന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടോട്ടെ, പക്ഷെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മസാലയിൽ കുറച്ചും കൂടി ഇടാം കേട്ടോ. ഞങ്ങൾക്ക് ഞാൻ പിന്നെ ഇന്നുള്ളതുകൊണ്ട് ഒക്കെ കുറച്ച് എരിവില്ലാണ്ട് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ കുരുമുളക് പൊടി പോലെ തന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് കുറച്ചാട്ടോ ഇട്ടെ, കാരണം എനിക്ക് എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് എത്ര എരിവാണോ അത്ര ഇതിലായിട്ട് നമുക്കായിട്ട് ഇതാക്കാം കേട്ടോ. ഇപ്പോൾ സ്പൈസി ലവറാണെങ്കിൽ ഓർക്കിത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതിടാം കേട്ടോ. പിന്നെ ഇത് ഞാൻ അതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ അതിനകത്ത് ഒറിഗാനോ ഇടാറില്ലാന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഇടലുണ്ട് കേട്ടോ, കാരണം എനിക്കായിട്ടില്ല കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത് തോന്നിയത്. പിന്നെ ആ മസാല ഞാനിത് വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചു കേട്ടോ. വേണമെങ്കിൽ ആക്കി വെച്ചാൽ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിത് വെറുതെ ആ പാത്രം ഉമ്മക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാറ്റി തന്നിട്ടുള്ളൂ. പിന്നെ ഇതേ നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിന് ശേഷത്തെ നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നേരത്തെ പറ്റി അബദ്ധം വരാണ്ട് കളിച്ചിട്ട് ഗ്യാസ് നന്നായിട്ട് കുറച്ച് നേരം ബട്ടർ ഇട്ട് ഗ്യാസ് വരിങ്ങനെ ചൂടാക്കി ഗൈസ്. അതുകൊണ്ട് ഇത് ബട്ടർ അടിയാൻ കുറച്ച് പ്രയാസം എടുത്തിട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബേഗ് അടിയുന്നതായിട്ട് തോന്നും, പക്ഷേ ഞാൻ സ്പീഡ് കൂട്ടിയതാണ് ഗൈസ്. എന്നിട്ടും ബിരിയാണി അടിയൊന്നും ഉണ്ടാക്കില്ലതാ. ഞാൻ ലാസ്റ്റ് ഫൈനൽ ഞാൻ അതിനൊക്കെ അടിയിപ്പിച്ചെടുത്തു. ഇത് അതിന് ശേഷം ബട്ടർ തീരെ പോരായിട്ടിട്ട് അതുകൊണ്ട് 2 ബട്ടർ ഞാൻ എക്സ്ട്രാ ഇട്ടു കേട്ടോ. ഒരു ബട്ടറിനെ നേരെ പകുതി മുറിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിലേക്ക് ഞാനിത് മൈദപ്പൊടി ഇട്ടെടുത്തു കേട്ടോ. മൈദപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയതാക്കാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഈ മൈദപ്പൊടിയിൽ ഈ ബട്ടർ അങ്ങ് പിടിച്ചത് ഇതുപോലെ ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ടൊന്ന് പാൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായി ഇതാക്കൊന്നും വേണ്ട കേട്ടോ. ഇത് അതിലേക്ക് കുറച്ച് പാലിന് ശേഷം ആ കട്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ആ കട്ടയിലൊന്ന് അടിയിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വീണ്ടും കുറച്ചായിട്ട് പാൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. എല്ലാ പാലും പെട്ടെന്ന് ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, അത് ഈ പാലിങ്ങനെ കട്ട പിടിച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ, വേഗം അടിയത്തേ ഇല്ല. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് പാൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഇതൊക്കെ ഇളക്കി ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കേട്ടോ, നമ്മുടെ ചീസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സ്ലൈസ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചീസ് ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഫ്രീസറിൽ കയറ്റിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാനിത് ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഈ പാല് ചെറുങ്ങനെ തിളക്കുന്നതായിട്ട് തോന്നിക്കാനാൽ അതിലേക്ക് നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ
ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ വീട്ടിൽ എപ്പോൾ ഇങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് തന്നെ ഇനി അത് സെറ്റാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് അടുത്ത മസാല ഇടലാം കേട്ടോ. നേരത്തെ കഴിച്ച ആ സാധനം നമ്മളിത് ഇതിനൊക്കെ കുറച്ചായിട്ട് നല്ല കൊടുക്കുക. അന്നപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ടൊന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഫുള്ളായിട്ട് അങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചെറുങ്ങനെ എന്താക്കുന്നത് വെച്ചാൽ ഒന്നാമത് ഫോണിലേക്ക് എയർ കയറുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചാവി പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുങ്ങി വെച്ച മക്രോണി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മക്രോണിക്ക് ഇട്ട് ഒന്ന് സെറ്റായി ഒന്ന് ഇളക്കി മസാലയും ഈ മക്രോണി നമ്മൾ നല്ല രീതിക്ക് യോജിപ്പിക്കുക. അടിയിൽ നിന്ന് മുകളിൽ നിന്ന് അടിയിലേക്ക് അങ്ങനെ ഇട്ട് നല്ല രീതിക്ക് ഇളക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നൊക്കെ. പിന്നെ ഇന്നൊക്കെ എടുത്തതിന് ശേഷം അടുത്തത് ഞാൻ ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി വാരി അങ്ങ് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ നല്ല ഇരുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെയൊക്കെ കളറ് കാണുമ്പോ കഴിക്കാൻ തോന്നുക. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ മെല്ലത്തിന്റെ മകളെ എന്തിലോ വീണ് മധുരമില്ലാത്ത പായസം പോലെ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. ഈശ്വര ഒരാപത്തും വരത്തല്ലേ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും